5 പ്രാവശ്യം മാത്രം ഉപയോഗിക്കാവുന്ന വരം കൊണ്ട് എങ്ങനെ കുന്തിദേവിക്ക് 6 പുത്രന്മാരുണ്ടായി എന്ന് കുറേ ആളുകൾ എന്നോട് ചോദിച്ചു. ആദ്യം കന്യകയായിരിക്കുമ്പോൾ കുന്തിദേവിക്ക് കർണൻ പുത്രനായിട്ടുണ്ടായ കഥ നമ്മൾ കേട്ടു. പിന്നെ 5 പുത്രന്മാർ കൂടി ഉണ്ടായിട്ടുണ്ട്. അവരാണല്ലോ പഞ്ചപാണ്ഡവന്മാരായിട്ട് നമ്മൾ പൊതുവെ പറയാറുള്ളത്. അതെങ്ങനെ ഉണ്ടായി? ഇനി 4 പ്രാവശ്യം കൂടിയല്ലേ ഈ മന്ത്രം ഉപയോഗിക്കാൻ പറ്റൂ എന്ന് കുറേ ആളുകൾ എന്നോട് ചോദിച്ചു. അംബികയ്ക്കും അംബാലികയ്ക്കും പുത്രന്മാരായി ധൃതരാഷ്ട്രരും പാണ്ഡുവും ജനിച്ചു എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. ധൃതരാഷ്ട്രർ അന്ധനായിരുന്നു, അതുകൊണ്ട് തന്നെ രാജ്യം ഭരിക്കാനൊന്നും അദ്ദേഹത്തിന് ശേഷിയില്ലാതെ പോയി. എന്നാൽ പാണ്ഡുവാണ് പിന്നീട് രാജാവായി മാറിയത്. പാണ്ഡു നല്ല യോദ്ധാവായിരുന്നു. ഈ ഹസ്തിനപുരത്തിൻ്റെ ഇല്ലാതിരുന്ന എല്ലാ പ്രഭാവങ്ങളും അദ്ദേഹം വീണ്ടെടുത്തു. എല്ലാ രാജ്യങ്ങളെയും ജയിച്ച് ഇത്രകാലം അത്ര വലിയ സംഭവമൊന്നുമല്ല എന്ന് പറഞ്ഞ ആളുകൾ മാറ്റിവെച്ചിരുന്ന ഈ ഹസ്തിനപുരം തന്നെയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. എല്ലാ രാജ്യങ്ങളെയും തോൽപ്പിച്ച് അദ്ദേഹം ഏകഛത്രാധിപതിയായി വാണു. അങ്ങനെ പാണ്ഡു രാജാവായിരിക്കെ ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും വിവാഹം ഭീഷ്മർ മുൻകൈയെടുത്ത് നടത്തി കൊടുത്തു. ഈ സുബലൻ എന്ന രാജാവിൻ്റെ, ഗാന്ധാര രാജാവിൻ്റെ പുത്രിയായ ഗാന്ധാരിയെ ധൃതരാഷ്ട്രരെ കൊണ്ട് വിവാഹം ചെയ്യിച്ചു. ഒരേ സമയം മാദ്രി, കുന്തി എന്നീ 2 കന്യകമാർ, കുന്തിഭോജൻ്റെ പുത്രിയായ കുന്തിയെയും മാദ്ര രാജാവിൻ്റെ പുത്രിയായ മാദ്രിയെയും പാണ്ഡുവിനെ കൊണ്ട് വിവാഹം ചെയ്യിച്ചു. അങ്ങനെ കുട്ടികളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി, ഭീഷ്മർക്കൊക്കെ പ്രത്യേകിച്ച് സന്തോഷമായി. അങ്ങനെ കാലം മുന്നോട്ട് പോയി. ഈ 2 പത്നിമാരെയും കൂട്ടി പാണ്ഡു നായാട്ടിനൊരിക്കൽ കാട്ടിലേക്ക് പോയി. അത്രയും സുന്ദരിമാരായ 2 പത്നിമാരെയും കൂട്ടി അതിസുന്ദരനായ പാണ്ഡു കാട്ടിൽ നായാട്ടിന് പോയിട്ട് അവിടെ കുറച്ച് ദിവസം അങ്ങനെ കഴിഞ്ഞുകൂടി. അതിനിടയിൽ അവിടെ 2 മാനുകൾ തമ്മിൽ രമിക്കുന്നതായ രംഗം പാണ്ഡു കണ്ടു. പാണ്ഡുവിൻ്റെ ഉള്ളിലെ ഒരു തരത്തിലുള്ള പ്രത്യേക പാപബുദ്ധി അവിടെ പ്രവർത്തിച്ചു. ഈ നായാട്ടിന് പോകുമ്പോൾ ചില പ്രത്യേക നിയമങ്ങളുണ്ട്. ചെറിയ സാധുമൃഗങ്ങളെയൊന്നും വെറുതെ കൊല്ലരുത്, അവനവന് ഭക്ഷിക്കുന്നതിന് വേണമെങ്കിൽ കൊല്ലാം. അതുപോലെ തന്നെ ദുഷ്ടമൃഗങ്ങളെ കൊല്ലാവൂ. ഇതുപോലെ രമിക്കുന്നതായ 2 മൃഗങ്ങളെ അമ്പ ചെയ്യരുത്. ഇങ്ങനെയൊക്കെ നിയമമുണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ ആ പാണ്ഡുവിൻ്റെ ഉള്ളിലെ പാപവാസന നിമിത്തം ഈ 2 മാനുകളെയും അമ്പ ചെയ്ത് കൊല്ലാൻ തോന്നി. പക്ഷേ വാസ്തവത്തിൽ അതൊരു മഹർഷിയും അദ്ദേഹത്തിൻ്റെ പത്നിയും ഈ മാനുകളുടെ വേഷം ധരിച്ചുകൊണ്ട് കാട്ടിലൂടെ മേളിച്ചുകൊണ്ട് സഞ്ചരിക്കുകയായിരുന്നു. പക്ഷേ ഈ പാണ്ഡുവിന് അമ്പ ചെയ്യാൻ തോന്നി. ഈ അമ്പ് ശരീരത്തിൽ തറക്കേണ്ടുന്ന നിമിഷം തന്നെ ആർത്തസ്വരത്തോടുകൂടി ഈ മഹർഷി പാണ്ഡുവിനെ ശപിച്ചു. ഇത്രയും വളരെ സാധുക്കളായിട്ടുള്ള 2 മൃഗങ്ങൾ ഇങ്ങനെ മേളിക്കുന്നത് കണ്ടപ്പോൾ നിനക്ക് അമ്പ ചെയ്യാൻ തോന്നിയല്ലോ. നിൻ്റെ ഉള്ളിലെ പാപബുദ്ധി അത്ര വലുതാണ്. നീ ഇതേപോലെ കഷ്ടപ്പെട്ട് മരിക്കാൻ ഇടവരട്ടെ. നിന്റെ പത്നിയുമായി നീ എപ്പോൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുവോ ആ നിമിഷം നീ മരിച്ചു പോട്ടെ എന്ന് ശപിച്ചു. ഇത് കേട്ട നിമിഷം പാണ്ഡു വല്ലാതെ, ഇത്രയും നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നു താൻ ഒരു നിമിഷം കൊണ്ട് തൻ്റെ ജീവിതം നശിപ്പിച്ചുവല്ലോ എന്നോർത്ത് വല്ലാതെ സങ്കടപ്പെട്ടു. ഒരു തരത്തിലുള്ള അപേക്ഷകളും ഈ മഹർഷി ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം മരിച്ചു. അപ്പോൾ തന്നെ കൂടെ അദ്ദേഹത്തിൻ്റെ പത്നിയും മരിച്ചു. വളരെ സങ്കടത്തോടു കൂടി ഈ പാണ്ഡു തിരിച്ചു വന്ന് പത്നിമാരോട് കാര്യം പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഉണ്ടായി, അതുകൊണ്ട് ഞാനിനി എല്ലാ തരത്തിലുള്ള ലൗകിക സുഖങ്ങളും ഉപേക്ഷിക്കുകയാണ്. ഞാൻ ഈ കാട്ടിൽ വസിക്കാൻ തീരുമാനിച്ചു. എനിക്കിനി ബാക്കിയുള്ള കാലം ഭഗവാനെ ആശ്രയിച്ച് മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുക മാത്രമേ ഉള്ളൂ. വേറൊരു ഉദ്ദേശം എനിക്കില്ല. ഞാൻ രാജ്യഭാരം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. പത്നിമാർക്കെല്ലാവർക്കും വലിയ സങ്കടമായി. വിവരമൊക്കെ അറിഞ്ഞ ഭീഷ്മര്, അംബിക തുടങ്ങി എല്ലാവർക്കും വലിയ സങ്കടമായി. അദ്ദേഹം രാജ്യഭാരം മുഴുവൻ ഉപേക്ഷിച്ച് ഇവിടെ കാട്ടിൽ ഈ പത്നിമാരോട് കൂടി താമസിക്കാൻ ആരംഭിച്ചു. ഇവിടെ കുറേ മഹർഷിമാർ അദ്ദേഹത്തിനെ സഹായിക്കാൻ കാട്ടിലുണ്ട്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ പാണ്ഡുവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുകയാണ്, മക്കളില്ലാത്തവന് ഗതി കിട്ടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് മക്കളില്ലല്ലോ, എനിക്ക് എങ്ങനെയെങ്കിലും മക്കളുണ്ടാവണം, അല്ലാതെ വഴിയില്ല. അതുകൊണ്ട് കുന്തിദേവിയോട് പറഞ്ഞു, എന്തെങ്കിലും വഴി നോക്കണം. പണ്ട് എൻ്റെ അമ്മമാർക്ക് മക്കളില്ലാത്തത് കൊണ്ട് വ്യാസമഹർഷിയെ ആശ്രയിച്ചില്ലേ, അതുപോലെ നീയും എന്തെങ്കിലും നല്ല സജ്ജനങ്ങളെ ആശ്രയിച്ചോ മറ്റോ പുത്രന്മാരുണ്ടാകുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അയ്യോ, എന്നെക്കൊണ്ട് പറ്റില്ല, ഒരിക്കലും എന്നോട് ഇത്തരം കാര്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞ് കുന്തിദേവി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിഷമം മാറുന്നില്ല. മക്കളുണ്ടായാലേ എനിക്ക് ഗതി കിട്ടുള്ളൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ട്. ആ വിശ്വാസം അത്ര ശക്തമായതുകൊണ്ട് അദ്ദേഹത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി കുന്തിദേവി പറഞ്ഞു, എനിക്ക് അങ്ങയെ സഹായിക്കാൻ പറ്റും. കാരണം പണ്ട് എനിക്ക് ദുർവാസാവ് മഹർഷി ഇങ്ങനെ വരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ ഈ ഉള്ളിലെ വിഷമം തീരുന്നതിന് വേണ്ടി മാത്രം ഞാൻ അങ്ങയെ സഹായിക്കാം എന്ന് പറഞ്ഞ് വളരെ സന്തോഷമായി അദ്ദേഹത്തിന്, പാണ്ഡുവിന് ഇത് കേട്ടപ്പോൾ. അതുകൊണ്ട് എനിക്ക് നീ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ധർമ്മിഷ്ഠനായൊരു പുത്രനെ തരണം. അതിനുവേണ്ടി യമധർമ്മനെ തന്നെ ആഹ്വാനം ചെയ്ത് വിളിച്ചു വരുത്തണം എന്ന് പറഞ്ഞു. അതിൻ പ്രകാരം ആദ്യം ഈ മന്ത്രം ഉപയോഗിച്ച് യമധർമ്മനെ കുന്തിദേവി വിളിച്ചു. ആ യമധർമ്മൻ്റെ പുത്രനായിക്കൊണ്ട് യുധിഷ്ഠിരൻ ഉണ്ടായി.
പാണ്ഡുവിന് തൃപ്തിയായില്ല. പാണ്ഡു പറഞ്ഞു, ഏറ്റവും ശക്തനായ വായുദേവനിൽ നിന്നൊരു പുത്രൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വായുദേവനിൽ നിന്ന് ഭീമസേനൻ ഉണ്ടായി. ഇനി ഇന്ദ്രനിൽ നിന്നൊരു പുത്രനും കൂടി ഉണ്ടായാൽ ഞാൻ തൃപ്തനായി. എല്ലാ ദേവന്മാരുടെയും ശക്തിയുള്ള ഇന്ദ്രനിൽ നിന്നൊരു പുത്രൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രനിൽ നിന്ന് അർജുനൻ എന്ന പുത്രനുണ്ടായി. 3 പുത്രന്മാരുണ്ടായി. ആദ്യം കർണൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 4 പ്രാവശ്യം ഉപയോഗിക്കൽ കഴിഞ്ഞു. പിന്നീട് വീണ്ടും പാണ്ഡു ഇതേ ആഗ്രഹം പറഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ 3 പുത്രന്മാരെ അങ്ങയ്ക്ക് വേണ്ടി തന്നു. ഇനിയും എന്നോടിത് പറയരുത്. ഇനി ഞാനിത് ചെയ്താൽ ധർമ്മം നശിപ്പിക്കപ്പെടും. ഞാൻ ചെയ്യുന്നത് വലിയ അധർമ്മമാണ്. അതുകൊണ്ട് അതെനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പാണ്ഡു പറഞ്ഞു, നീ ഈ മന്ത്രം ഈ മാദ്രിക്ക് ഉപദേശിച്ചു കൊടുക്കൂ, അവൾക്കും ഉണ്ടാകട്ടെ പുത്രന്മാർ എന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടി കുന്തിദേവി ഈ മന്ത്രം മാദ്രിക്ക് ഉപദേശിച്ചു കൊടുത്തു. മാദ്രി ഈ മന്ത്രം പഠിച്ച് അതിസുന്ദരിയും അതിബുദ്ധിമതിയുമായ ഈ മാദ്രി അശ്വിനി ദേവതകളെ ഉപാസിച്ച് അവരെ ആഹ്വാനം ചെയ്ത് വിളിച്ചു വരുത്തി. ഈ അശ്വിനി ദേവതകളുടെ പേരാണ് നാസത്യനും ദസ്രനും. ഇവർ ഒരുമിച്ചേ നിൽക്കുള്ളൂ, ഇവർ വേറെ നിൽക്കില്ല. ഒരാളെ വിളിച്ചാൽ 2 പേരും വരും എന്നർത്ഥം. വൈദ്യത്തിൻ്റെയൊക്കെ അധിദേവതകളായി പറയപ്പെടുന്ന ഇവരെയാണ് മാദ്രി ഉപാസിച്ചത്. അശ്വിനി ദേവതകൾ ഒരുമിച്ച് വന്ന് ഈ മാദ്രിയിൽ പ്രസാദിച്ച് 2 പുത്രന്മാരെ നൽകി. ഇവർ 2 പേരുമാണ് നകുലനും സഹദേവനും. കൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. ഇവർ വളരെ ശ്രേഷ്ഠരായിത്തീരും, നല്ല ആയുസ്സുള്ളവരായിത്തീരും, ആയോധന കലകളിൽ പ്രത്യേകിച്ച് വാൾപ്പയറ്റിലൊക്കെ അഗ്രഗണ്യരായിത്തീരും, എല്ലാവരാലും ബഹുമാനിക്കപ്പെടും, ധർമ്മത്തിൻ്റെ മൂർത്തികളായിത്തീരും എന്നൊക്കെ അനുഗ്രഹിച്ചു. അങ്ങനെ 4ഉം 1ഉം 5 പ്രാവശ്യം മന്ത്രം ഉപയോഗിച്ച് കഴിഞ്ഞെങ്കിലും 6 പുത്രന്മാരുണ്ടായി. അങ്ങനെ കാലം കുറച്ച് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാണ്ഡുവിനെ ഒരിക്കൽ അസഹനീയമായ ആസക്തി കൊണ്ട് മാദ്രിയെ ചെന്ന് കയറി പിടിച്ചത്. കുന്തിദേവിയും മറ്റ് 5 പുത്രന്മാരും ഇല്ലാതിരിക്കുന്ന സമയത്ത് മാദ്രിയോട് എന്തെന്നില്ലാത്ത താല്പര്യം തോന്നിയ പാണ്ഡു മാദ്രിയെ പ്രാപിക്കാൻ ആഗ്രഹിച്ചു. മാദ്രി ഒരുപാട് ശ്രമിച്ചു, പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു, ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. ഈ പാണ്ഡു ചെന്ന് മാദ്രിയെ പ്രാപിക്കാൻ ശ്രമിച്ചതും ആ നിമിഷം തന്നെ മരിച്ചു വീണു. മാദ്രിയുടെ കരച്ചിൽ കേട്ട് ഭയന്ന് ഓടിയെത്തിയ കുന്തിദേവി കാണുന്നത് ഭർത്താവ് മരിച്ചു കിടക്കുന്നതാണ്. ആദ്യം മാദ്രിയോട് ദേഷ്യമൊക്കെ തോന്നി കുറേ ശകാരിക്കാൻ ആരംഭിച്ചെങ്കിലും മാദ്രി പറഞ്ഞു, ഞാൻ ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് പറഞ്ഞു നോക്കി, മനസ്സിലായില്ല, അവസാനം എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. ദുഃഖം സഹിക്കവയ്യാതെ മാദ്രി തൻ്റെ ഭർത്താവിൻ്റെ ചിതയിൽ കയറി ആത്മഹത്യ ചെയ്തു, അഥവാ സതി അനുഷ്ഠിച്ചു. അതിനു മുൻപായിക്കൊണ്ട് കുന്തിദേവിയോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വഴിയെ പോകാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ ആഗ്രഹിച്ച ഭർത്താവാണ് ഈ മരിച്ചു കിടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ പോവുകയാണ് ഏറ്റവും നല്ല ഉചിതമായ മാർഗം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം ഇവർ 2 പേരും സതി അനുഷ്ഠിക്കാൻ വിചാരിച്ചു. പക്ഷേ മഹർഷിമാർ വന്ന് തടഞ്ഞു. ഒരിക്കലും ചെയ്യരുത്. ഈ 5 കുട്ടികൾക്ക് അമ്മയുമില്ല അച്ഛനുമില്ല എന്നുള്ള അവസ്ഥയാണിപ്പോൾ. നിങ്ങൾ കൂടെ ഉണ്ടാവണം, അവരെ വളർത്തി വലുതാക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ മാദ്രി പറയുന്നത്, ഞാൻ സതി അനുഷ്ഠിക്കുകയാണ്. കുന്തിദേവി ഈ 5 മക്കളെയും വളർത്തി വലുതാക്കണം. എൻ്റെ മക്കളാണ് എന്ന് വിചാരിച്ച്, സ്വന്തം മക്കളാണ് എന്ന് കരുതി ഈ നകുല സഹദേവന്മാരെ കൂടി അവനവൻ്റെ മക്കളാണെന്ന് കരുതിക്കൊണ്ട് വളർത്തി വലുതാക്കണം. ഇവർ കൗന്ദയർ എന്നാണ് അറിയപ്പെടേണ്ടത്, മാദ്രേയർ എന്നല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. കുറച്ച് ആൾക്കാരുടെ സംശയം ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് നകുല സഹദേവന്മാരെ മാദ്രേയർ എന്ന് വിളിക്കാതെ കൗന്ദയർ എന്ന് സംബോധന ചെയ്യുന്നത് എന്ന്. ഇതുതന്നെയാണ് കാരണം. മാദ്രി പ്രസവിച്ചു എന്നേ ഉള്ളൂ, വളർത്തി വലുതാക്കിയതും ഈ മഹാഭാരത കഥയുടെ അവസാനം വരെ കുന്തിദേവി സ്വന്തം മക്കളായിട്ടാണ് ഈ നകുല സഹദേവന്മാരെ കണ്ടിട്ടുള്ളത്. അങ്ങനെ മറ്റൊരാളുടെ മക്കളാണെന്ന് തോന്നിയിട്ടേ ഇല്ല കുന്തിദേവിക്ക്. അപ്പോൾ ഈ മാദ്രി അവിടുന്ന് തന്നെ പറയുന്നുണ്ട്, ഈ 5 മക്കളെയും സ്വന്തം മക്കളായി കൊണ്ട് വളർത്തി വലുതാക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മാദ്രി ശരീരത്യാഗം ചെയ്യുന്നു. പിന്നീട് ഈ ഋഷിമാരുടെ നിർദ്ദേശമനുസരിച്ചാണ് കുന്തിദേവി അനാഥരായ ഈ 5 മക്കളെയും കൊണ്ട് ഹസ്തിനപുരത്തിലേക്ക് എത്തുന്നത്.